ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ മറ്റൊരു പവർ പാക്ഡ് വൊക്കാബുലറി സെഷനിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഗോയിങ് ടു ബി സെറ്റ് 2. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSC CGL റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ദാറ്റ് കംസ് ഫ്രം സിനോണിംസ്, ആന്റണിംസ്, ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് fill in the blanks. So without any delay, let's start the session and I'm here, Shweta, along with you. ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിനണിം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എനിഗ്മാറ്റിക് എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ട് വരുന്ന വാക്ക് ഈ തന്നിരിക്കുന്ന 4 ഏത് എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് ക്ലിയർ, മിസ്റ്റീരിയസ്, ജനറസ് ആൻഡ് വയലന്റ്? ഇതിലേത് വരും? ക്ലിയർ ആണോ, മിസ്റ്റീരിയസ് ആണോ, ജനറസ് ആണോ, അതോ വയലന്റ് ആണോ എന്നതാണ് ചോദ്യം. സോ നമുക്കറിയാം എനിഗ്മാറ്റിക്കിന്റെ സിനണിമായിട്ട് ഇവിടെ വരുന്നത് മിസ്റ്റീരിയസ് എന്നുള്ള വാക്കാണ്. ഓക്കെ, അപ്പൊ എനിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എനിഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഫുൾ ഓഫ് മിസ്റ്ററി. ഓക്കെ, അപ്പൊ ഇതിന്റെ സിനണിംസ് ആയിട്ട് വരുന്നത് മിസ്റ്റീരിയസ് എന്നുള്ള വാക്ക് വരും, പസിലിംഗ് വരും, ക്രിപ്റ്റിക് വരും, ഇൻസ്ക്രൂട്ടബിൾ വരും, ബാഫ്ലിംഗ് വരും. ഓക്കെ, അപ്പം പസ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള, ഓക്കെ, ക്രിപ്റ്റിക് എന്ന് പറയുന്ന സമയത്ത് കോഡഡ് ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, ഓക്കെ, ഇൻസ്ക്രൂട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള, ഓക്കെ, സ്ക്രൂട്ടിനി ചെയ്യാൻ സാധിക്കാത്ത, ബാഫ്ലിംഗ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസിങ് ആക്കുന്ന, ഓക്കെ, ഇത്തരത്തിലുള്ള വാക്കുകളാണ് എനിഗ്മാറ്റിക് എന്നുള്ള വാക്കിന് സിനണിംസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ആന്റണിംസ് എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള, അല്ലെ, ഒബ്വിയസ് ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ട്രാൻസ്പേരന്റ് ആയിട്ടുള്ള എല്ലാ വാക്കുകളും ഇതിന്റെ ആന്റണിംസ് ആയിട്ട് വരുന്നതാണ്. അല്ലെ, എനിഗ്മാറ്റിക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ് ക്ലിയർ, ഒബ്വിയസ്, എവിഡന്റ്, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഓക്കെ, ട്രാൻസ്പേരന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആന്റണിംസ് ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ഓർത്ത് വെക്കുക? എനിഗ്മ എന്നുള്ള വാക്ക്, അല്ലെ, എനിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരത്തിലുള്ള റിഡിൽ അല്ലെങ്കിൽ ഒരു പസിൽ, അതിനെയാണ് നമ്മൾ എനിഗ്മ എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ എനിഗ്മാറ്റിക് എന്ന് പറഞ്ഞാലോ ലൈക്ക് എ റിഡിൽ, അല്ലെ, ഒരു റിഡിൽ പോലെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, ഓക്കെ, ഒന്നിനെ നമുക്ക് എനിഗ്മാറ്റിക് എന്ന് പറയാം. ഓക്കെ, അപ്പം എനിഗ്മാറ്റിക് മീൻസ് മിസ്റ്റീരിയസ് ഓർ പസിലിംഗ് ഓർ ക്രിപ്റ്റിക്. ഓക്കെ, റൈറ്റ്. അപ്പൊ എനിഗ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, ഒരു റിഡിലാണ്, സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്, സോ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, റൈറ്റ്. അടുത്തത് ഒരു ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ദ ഗിവൻ വേർഡ് ഇസ് ഫ്രൂഗൽ. ഓക്കെ, അപ്പൊ ഫ്രൂഗൽ എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. തൃഫ്റ്റി ആണോ, കെയർഫുൾ ആണോ, ലാവിഷ് ആണോ, അതോ സിമ്പിൾ ആണോ എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഫ്രൂഗൽ എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ലാവിഷ്. അല്ലെ, ലാവിഷ് ആണ്. അപ്പൊ ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പണമൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന, അല്ലെ, വേസ്റ്റ്ഫുൾ ആക്കാത്ത, വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഫ്രൂഗൽ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഫ്രൂഗൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് എക്കണോമിക്കൽ എന്നുള്ള വാക്കാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ലാവിഷ്, അല്ലെ, അല്ലെങ്കിൽ എക്സ്ട്രവാഗന്റ്, ഓക്കെ, വേസ്റ്റ്ഫുൾ, സ്പെൻത്രിഫ്റ്റ്, പ്രോഡിഗൽ, ഇതൊക്കെ ഫ്രുഗൽ എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, വളരെ എക്സ്ട്രവാഗന്റ് ആയിട്ടുള്ള, വെറുതെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുന്ന, ഓക്കെ, പണം ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഫ്രൂഗൽ എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഫ്രുഗൽ എന്നുള്ള വാക്കിന് സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? തൃഫ്റ്റി വരും, അല്ലെ, ഇക്കണോമിക്കൽ വരും, കെയർഫുൾ വരും, സ്റ്റിഞ്ചി വരും, അല്ലെ, സ്പാർട്ടൻ വരും. അപ്പൊ ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അധികം പണം ചിലവഴിക്കാത്ത, പിശുക്കൊള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇത് എങ്ങനെ ഓർത്തു വെക്കും? ഒരു ഫ്രുഗൽ പേഴ്സൺ എപ്പോഴും ഓരോ പെന്നിയും സേവ് ചെയ്യും, അല്ലെ, അധികം വേസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഫ്രൂഗൽ അല്ലാത്ത ആൾ എന്ത് ചെയ്യും? ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ a frugal person saves every penny and opposite is someone who lavishly spends. Okay, right. അടുത്ത ചോദ്യം ഇനിയുള്ളതൊരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. and the given idiom is burn the midnight oil. ഓക്കെ, SSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് burn the midnight oil. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു വേസ്റ്റ് എനർജി ആണോ, ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ് ആണോ, ഓർ ടു സ്റ്റാർട്ട് എ ഫയർ ആണോ, അതോ ടു കുക്ക് ഫുഡ് ഓവർ നൈറ്റ് ആണോ? ഏതാ വരിക? burn the midnight oil എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്, അല്ലെ? അതെ, അതായത് രാത്രി വൈകിയോളം ഇരുന്നിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക, അതൊക്കെ വി ആർ ആക്ച്വലി ബേണിംഗ് ദ മിഡ്നൈറ്റ് ഓയിൽ.
ഓക്കെ, അപ്പൊ ഈ ഈഡിയം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ബിഫോർ ഇലക്ട്രിസിറ്റി, ഓക്കെ, ഈ വൈദ്യുതിയൊക്കെ വരുന്നതിന് മുന്നായിട്ട് പീപ്പിൾ യൂസ്ഡ് ഓയിൽ ലാംപ്സ് ടു വർക്ക് അറ്റ് നൈറ്റ്, അല്ലെ, രാത്രിയൊക്കെ പണിയെടുക്കുന്നതിനായിട്ട് ആളുകൾ ഓയിൽ ലാംപ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു ഈഡിയം വരുന്നത്. ഓക്കെ, സോ ബേണിംഗ് മിഡ് നൈറ്റ് ഓയിൽ മെന്റ് വർക്കിംഗ് പാസ്റ്റ് മിഡ് നൈറ്റ് ബൈ ലാംപ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാലോ, അല്ലെ? സോ ഇറ്റ് ഇസ് ടു സ്റ്റേ അപ്പ് ലേറ്റ് വർക്കിംഗ് ഓർ സ്റ്റഡിയിങ് ഹാർഡ്. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എങ്ങനെ പറയും? ഷി ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് എ പ്രോജക്ട് ബിഫോർ ദ ഡെഡ് ലൈൻ, അല്ലെ? ഡെഡ് ലൈനിന് മുന്നേ അവളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് അവൾ എന്ത് ചെയ്തു? ഷി ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഷി വർക്ക്ഡ് ആൻഡ് സ്റ്റേഡ് awake very late at night. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ ഓർത്ത് വെക്കും? മിഡ് നൈറ്റും ഓയിൽ ലാമ്പും, അല്ലെ? ഇറ്റ് സിംപ്ലി മീൻസ് വർക്കിംഗ് ത്രൂ ദ നൈറ്റ് ഈവൻ വിതൗട്ട് സൺലൈറ്റ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം ഇനിയുള്ളത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ എ പ്ലേസ് where dead bodies are kept for burial. ഓക്കെ, ബറി ചെയ്യുന്നതിനായിട്ട് ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുന്ന പ്ലേസിന് നമ്മൾ ഒറ്റ വാക്കിൽ എങ്ങനെ പറയും? മോർച്ചറി ആണോ, അതോ മൊനാസ്ട്രി ആണോ, അതോ ഇൻഫോർമറി ആണോ, അതോ സാങ്ച്വറി ആണോ? ഏതാണ് വരിക? ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മോർച്ചറി ആണ്, അല്ലെ? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? മോർച്ചറിയിലാണ് ഡെഡ് ബോഡീസിന് കീപ്പ് ചെയ്യുക, isn't it? So mortuary is a room or building where dead bodies are kept before burial or cremation. ഓക്കെ, ഇനി മൊനാസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? മൊനാസ്ട്രി ഇസ് എ പ്ലേസ് where monks live, അല്ലെ? ലൈക് സന്യാസിമാരൊക്കെ, അല്ലെ, താമസിക്കുന്ന ആ പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയാ? മഠം, അല്ലെ? ഇതിനെയാണ് മൊനാസ്ട്രി എന്ന് പറയാ. ഇൻഫേർമറി എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഇസ് എ പ്ലേസ് ഫോർ സിക്ക് പീപ്പിൾ, അല്ലെ? സ്കൂൾസിലും കോളേജസിലും ഒക്കെ ആയിട്ട് നമ്മൾ ഈ സിക്ക് ആയിട്ടുള്ള ആളുകളെ കീപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലേസ് വെക്കൂലേ, അതിന് ഇൻഫേർമറി എന്ന് പറയും. വാട്ട് അബൌട്ട് സാങ്ച്വറി? സാങ്ച്വറി ഒരു വൈൽഡ് ലൈഫ് റിസർവിനെ നമ്മൾ സാങ്ച്വറി എന്ന് പറയും, അല്ലെ? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇറ്റ് സിംപ്ലി മീൻസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി ഓർ റെഫ്യൂജ്. ഓക്കെ, ഒരു സേഫ്റ്റി ഉള്ള ഒരു പ്ലേസിനെ നമുക്ക് എന്ത് പറയാം? സാങ്ച്വറി എന്ന് പറയാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു റൂട്ട് ഉണ്ട്, മോട്ട്. ഓക്കെ, അപ്പൊ മോട്ട് എന്നുള്ള റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാറ്റിനിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെത്ത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മോർട്ട് വരുന്ന വാക്കുകളൊക്കെ ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. മോർച്ചറി, മോർട്ടൽ, മോർട്ട്ഗേജ്. ഓക്കെ, മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണയം വെക്കുന്ന ഒന്നിനെയാണ്, അല്ലെ, മോർട്ട്ഗേജ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ പണം തിരിച്ചടയ്ക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു കടം അവിടെ അവസാനിക്കുന്നു, അല്ലെ? അങ്ങനെയാണ് ആ ഒരു ഡെത്ത് അവിടെ വരുന്നത് കേട്ടോ, മോർട്ട്ഗേജ്. ഓക്കെ, അപ്പൊ മോർട്ട്ഗേജ്, മോർട്ടൽ, മോർച്ചറി all are related to death എന്നുള്ളത് ഓർക്കുക. ഓക്കെ, റൈറ്റ്. Now let's move on to the last question. ഒരു fill in the blank ആണ്. The judge gave a dash verdict that surprised everyone in the courtroom എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്, അല്ലെ? അപ്പം ആ കോർട്ട് റൂമിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ട് ജഡ്ജ് ആ ഒരു വേർഡിക്റ്റ്, അല്ലെ, ആ ഒരു വിധി പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എത്തരത്തിലുള്ള വിധിയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ലീനിയന്റ് ആണോ, യുനാനിമസ് ആണോ, ആംബിഗ്വസ് ആണോ, അതോ ബയസ്ഡ് ആണോ? ഏതാ വരിക? സർപ്രൈസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സോ ഒബ്വിയസ്ലി അതെന്തായിരിക്കും? ആംബിഗ്വസ് ആയിരിക്കും, അല്ലെ? അതെ. സോ ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ അല്ലാത്ത, അല്ലെ? ഓപ്പൺ ടു മോർ ദാൻ വൺ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള മീനിങ് ആണ് ആംബിഗ്വസ് എന്നുള്ള വാക്കിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സർപ്രൈസ്ഡ് എവ്രി വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു വേർഡിക്റ്റ് എന്താണ്? അൺക്ലിയർ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും സിമ്പിൾ ആയിരിക്കില്ല, അല്ലെ? ലീനിയന്റ് ആയിരിക്കില്ല, ബയസ്ഡ് ആയിരിക്കില്ല, അല്ലെ? അപ്പം ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന എന്താണ്? ആംബിഗ്വസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലീനിയന്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൈൽഡ് ആയിട്ടുള്ള, അല്ലെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഹാർഷ് അല്ലാത്ത ഒന്നിനെ നമ്മൾ എന്ത് പറയും? ലീനിയന്റ് എന്ന് പറയും. ഇനി യുനാനിമസ് എന്ന് പറഞ്ഞാലോ, എല്ലാവരും അഗ്രി ചെയ്യുന്ന, അല്ലെ, എല്ലാവരും സമ്മതിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? യുനാനിമസ് എന്ന് പറയാ, അല്ലെ? ലൈക്ക് വൈസ് ബയസ്ഡ് എന്ന് പറഞ്ഞാലോ, ബയസ്ഡ് മീൻസ് പ്രെജുഡിസ്ഡ്, അല്ലെ? അൺഫെയർ ആയിട്ടുള്ള, പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ എന്ത് പറയും? ബയസ്ഡ് എന്ന് പറയും, അല്ലെ? സോ ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ആംബിഗ്വസ് എന്നുള്ള വാക്കാണ്, അല്ലെ? അതായത് ഹാവിംഗ് ടു പോസിബിൾ മീനിങ്സ് എന്നുള്ള, ഓക്കെ, ഓപ്പൺ ടു മോർ ദാൻ വൺ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള മീനിങ് വരുന്ന വാക്കാണ് ആംബിഗ്വസ്. ഓക്കെ, സോ ഹിയർ our answer is option C. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. എനിഗ്മാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അല്ലെ, പസ്ലിംഗ് ആയിട്ടുള്ള,
മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നുള്ള മീനിങ് ആണ് എനിഗ്മാറ്റിക്കിന് വരുന്നത്. ഇനി ഫ്രുഗൽ എന്ന് പറഞ്ഞാലോ വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള, അല്ലെ, ലാവിഷ് അല്ലാത്ത, അല്ലെ, കെയർഫുൾ വിത്ത് മണി എന്നുള്ള മീനിങ് ആണ് ഫ്രുഗലിന് വരുന്നത്. അതുപോലെ ബേൺഡ് മിഡ് നൈറ്റ് ഓയിൽ എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു വർക്ക് ഓർ സ്റ്റഡി വെരി ലൈറ്റ് അറ്റ് നൈറ്റ്, അല്ലെ. അതുപോലെ മോർച്ചറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിഫോർ ബറിയൽ, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ ambiguous എന്ന് പറഞ്ഞാലോ അൺക്ലിയർ ആയിട്ടുള്ള, അല്ലെ, മോർ ദാൻ വൺ മീനിങ് വരുന്ന, അല്ലെ, ഒന്നിനെ നമ്മൾ എന്ത് പറയും? ambiguous എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് CGL പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. പാർട്ട് 3യുമായി വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്.